അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാന്യ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം ഒരു പ്രത്യേക വിഷയമാണ്. അതായത് നടത്തത്തെപ്പറ്റി, ബ്രിസ്ക് വാക്കിങ്ങിനെ പറ്റിയുള്ള വിഷയമാണ്. ഈ നടത്തം നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ, ആരോഗ്യത്തിൻ്റെ ശക്തി കൂട്ടാൻ വളരെ നല്ലതാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനം ചെയ്യുന്ന ഒരു എക്സർസൈസാണ് ഈ വാക്കിംഗ്, നടത്തം എന്നുള്ളത്. ഇതിന് ഇസ്ലാമുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഈ നടത്തം മുഖേന നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഫലങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹു തആല ഓരോന്നായി ഞാൻ വിശദീകരിക്കുന്നതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. ഒരു ശരീരത്തിന് ശക്തിയുള്ള മുഅ്മിൻ, ഒരു വിശ്വാസി, അയാളാണ് ഏറ്റവും നല്ല, ഏറ്റവും ഖൈറായ ആൾ എന്ന് മാത്രമല്ല, അള്ളാഹുവിനിലേക്ക് ഇഷ്ടപ്പെട്ട ആൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആൾ ഒരു വീക്കായ മുഅ്മിനേക്കാൾ. അതിൻ്റെ അർത്ഥം വീക്കായവർ മോശക്കാർ എന്നൊരിക്കലുമല്ല. എല്ലാവരും ശക്തികൾ അവരുടെ ശരീരത്തിന് ശക്തിയെ കൂട്ടണം, എന്നാൽ അവരുടെ ആരോഗ്യം കൂടും എന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരപ്രകൃതി, ആ ശരീരം വളരെ ശക്തിയുള്ള ഒരു ശരീരമായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശരീരത്തെപ്പറ്റി ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് തങ്ങൾ അവരുടെ ശിഫാഇ എന്ന് പറയുന്ന തഫ്സീറിൽ ഖുർആനിൻ്റെ വിശദ വിവരണം ചെയ്യുന്ന ആ തഫ്സീറിൽ നന്നായി പറഞ്ഞിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തെപ്പറ്റി നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. അത്രയും നല്ല, എല്ലാ നിലക്കും ഒത്ത, വളരെ ശക്തിയുള്ള ഒരു ശരീരമായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടത്തത്തെപ്പറ്റി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു അഹദൻ അസ്റഅ മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ആഖിറിൽ ഹദീസ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ കൂടുതൽ ഉളരി നടക്കുന്ന ആള്, വേഗതയിൽ നടക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. പൊതുവേ സഹാബാക്കളൊക്കെ ശക്തവാന്മാരായിരുന്നു, എങ്കിലും നടത്തത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആരും എത്തുകയില്ല. നാം വിചാരിച്ചു പോവും ഭൂമി ചെറുതാകുന്നു, ചുരുളുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് തോന്നിപ്പോകും. ആ നിലക്ക് വളരെ വേഗതയിലായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടത്തം. നാം പരിശ്രമിക്കും നന്നായി നടക്കാൻ വേണ്ടി, എന്നാലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നാം ഒരിക്കലും എത്തുകയില്ല. അത് ഒന്ന് കരുതി കൂട്ടിയിട്ട് അങ്ങനെ വേഗതയിൽ നടക്കുന്നതല്ല. അവിടുത്തെ പ്രകൃതി അങ്ങനെ തന്നെയാണ്. കാരണം അത്രമാത്രം ആരോഗ്യം ഉണ്ടായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ഇത് എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? നമുക്കും ആരോഗ്യം അത്യാവശ്യമാണ് എന്നാണ്. അത് നടത്തം കൊണ്ടും എല്ലാ നിലക്കും നമുക്ക് ആരോഗ്യത്തെ സംരക്ഷിക്കണം എന്നാണ്. ഒരിക്കലും രോഗികളാകരുത് എന്നാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടത്തത്തെപ്പറ്റിയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശക്തിയെപ്പറ്റിയും നന്നായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. സഹാബാക്കൾക്ക് പൊട്ടിക്കാൻ പറ്റാത്ത ഒരു കല്ലിനെ കൊണ്ടുവന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാതൊരു ബുദ്ധിമുട്ടും പ്രയാസമില്ലാതെ വളരെ എളുപ്പത്തിൽ അതിനെ പൊട്ടിച്ചു കൊടുത്തു എന്ന് സംഭവങ്ങൾ കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ശക്തി, നമ്മുടെ ആരോഗ്യത്തെ നാം കാത്ത് സംരക്ഷിക്കണം. ഒരിക്കലും നാം ഒരു ശക്തി കുറഞ്ഞ ഒരു ആരോഗ്യമില്ലാത്ത ആള് ആകരുത് എന്നാണ്. പക്ഷേ നമ്മിൽ നിന്ന് പലരും അക്കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. കാരണം ശക്തി കുറഞ്ഞാൽ, ആരോഗ്യം കുറഞ്ഞാൽ നമുക്കിവിടെ ഒന്നും ചെയ്യാനും കഴിയില്ല. കൂടാതെ നമ്മുടെ സമ്പത്തിൻ്റെ 60, 70, 80% നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നമുക്ക് യാതൊരു സമാധാനമില്ലാതെ ഇവിടെ ജീവിക്കേണ്ടി വരും. കാരണം ആരോഗ്യമില്ലാത്ത കാരണം കൊണ്ട്. ഇന്ന് ശാസ്ത്രം പറയുന്നത് ഇങ്ങനെ അതിരാവിലെ നടക്കുന്നതും അല്ലാതെ നടക്കുന്നതുമായി ബ്രിസ്ക് വാക്കിങ്ങും അല്ലാത്ത വാക്കിംഗ് നടത്തത്തെപ്പറ്റി ശാസ്ത്രം പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ അത് വർദ്ധിപ്പിക്കും. എന്നാൽ പിന്നെ രോഗങ്ങൾ വരൂല. നമ്മുടെ ശരീരത്തിലെ രക്ത ഓട്ടങ്ങൾ നന്നായിട്ട് നടക്കും. അത് നടക്കാതിരുന്നാലാണ് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഉണ്ടാകുന്നത്. നമ്മുടെ ഓരോ സന്ധികളെ, ജോയിൻറ്റുകളെ വളരെ നന്നായി സപ്പോർട്ട് ചെയ്യും. അതിന് വേദനകൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ ഉണ്ടാവുകയില്ല. ഓരോ സന്ധികൾക്കും, ജോയിൻറ്റുകൾക്കും, മുട്ടുവേദനകളും കൈവേദനകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഉണ്ടാവുകയില്ല. നമ്മുടെ മസിലാണ് ഏറ്റവും പ്രധാനമായത്. ഈ മസിലിന് വലിയ ഒരു ശക്തി ലഭിക്കും എന്ന് ശാസ്ത്രം, ഗവേഷണം, പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ മനസ്സ് വളരെ നന്നായി ശുദ്ധിയാകും. ഇത് വണ്ടി നടത്തത്തെപ്പറ്റിയുള്ള അതിൻ്റെ ബെനിഫിറ്റ്സുകളെ പറ്റി, അതിൻ്റെ ഔഷധ ഫലങ്ങളെപ്പറ്റി, ആരോഗ്യ ഫലങ്ങളെപ്പറ്റിയാണ് അവർ പറയുന്നത്. കൂടാതെ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം നന്നാകും. വലിയ ഒരു ആരോഗ്യം മനസ്സിന് ലഭിക്കും എന്ന് മാത്രമല്ല, അൽസൈമേഴ്സിൻ്റെ രോഗം കുറയും എന്ന് മാത്രമല്ല, ഈ നടത്തം മൂലം ഡോപാമിൻ എന്നുള്ള ഹോർമോണുകൾ കൂടുന്നു. എന്നാൽ പിന്നെ സമ്മർദ്ദങ്ങളും വിഷാദങ്ങളും വ്യസനങ്ങളും ഉണ്ടാവുകയില്ല. സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണുകളും കൂടുന്നു. നല്ല ഉറക്കം ലഭിക്കുന്നു അത് മുഖേന. കൂടാതെ അവൻ്റെ മൂഡ് നന്നാകുന്നുണ്ട്. കൂടാതെ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണുകളും കൂടുന്നത് മുഖേന അവരുടെ മനസ്സിന്, അവരുടെ മസിലിന് ആരോഗ്യം ലഭിക്കുന്നു. കലോറീസുകളെ അത് ഇല്ലാണ്ടാക്കുന്നു, കുറക്കുന്നു. ഹാർട്ടിന് വലിയ ആരോഗ്യം ലഭിക്കുന്നു, വലിയ ശക്തി ലഭിക്കുന്നു. ബ്ലഡ് ഷുഗർ കുറയുന്നു. എനർജികൾ, ശക്തികൾ കൂടുന്നു. ലാസ്റ്റായിട്ട് ശാസ്ത്രജ്ഞർ, ഗവേഷകർ പറയുന്നു നമ്മുടെ ലൈഫ് സ്പാൻ അത് കൂടുന്നു, കൂടുതൽ ആയുസ് ലഭിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.